2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവപുത്രൻ ദൈവത്വത്തിൻ്റെയും രാജ്യത്വത്തിൻ്റെയും മഹത്വം വെടിഞ്ഞുകൊണ്ട് ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ ഉണ്ണി യേശുവായി പിറന്ന ആ സ്വർഗീയ സംഭവം. അതിൻ്റെ അനുസ്മരണമാണ് ലോകമെമ്പാടും നാം ആഘോഷിക്കുന്ന ക്രിസ്തുമസ്. ലോകരക്ഷയ്ക്കായി പിറന്ന ആ ദിവ്യ ഉണ്ണി 33-ാം വയസ്സുവരെ തൻ്റെ സ്വർഗീയ പിതാവിനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ലോകത്തെ പഠിപ്പിച്ചും സുവിശേഷം പ്രസംഗിച്ചും കഴിയുകയും അവസാനം ഗാഗുൽത്തായിലെ പീഡാസഹനങ്ങളിലൂടെ, കാൽവരിയിലെ കുരിശുമരണത്തിലൂടെ, മരണത്തെ ജയിച്ച ഉത്ഥാനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ദിവ്യകാരുണ്യമായി അന്നും ഇന്നും എന്നും നമ്മോടൊപ്പം വസിക്കുന്നു. നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം പോലും ചൊരിഞ്ഞ ആ ദിവ്യനാഥന്റെ സുവിശേഷം അനേകായിരങ്ങളിലൂടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇന്നും പ്രഘോഷിക്കപ്പെടുന്നു. ആധുനിക നൂറ്റാണ്ടിൽ സുവിശേഷ വേലയ്ക്കായുള്ള നവമാധ്യമമായ സൈബർ ഇടം ഇന്ന് നമുക്കേവർക്കും സുപരിചിതമാണ്. സൈബർ ഇടത്തിലെ സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് മാധ്യമ സുവിശേഷവൽക്കരണത്തിൻ്റെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റീസിനെയാണ്. ഈ നൂറ്റാണ്ടിൽ നമ്മുടെ ഇടയിൽ ജനിച്ചു വളർന്ന് ദിവ്യകാരുണ്യ ഈശോയെ ഒത്തിരി സ്നേഹിച്ച് തൻ്റെ 15-ാം വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് യാത്രയായ സുന്ദരനും യുവകോമളനുമായ ആ ന്യൂജൻ വിശുദ്ധനെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാത്തവർ ഇന്നാരും ഉണ്ടാവില്ല. മാധ്യമ ലോകത്തിൻ്റെ സ്വാധീനത്തിൽ കഴിയുന്ന നമ്മുടെ യുവജനതയ്ക്ക് കൊച്ചു കാർലോ നല്ലൊരു മാതൃകയും അനുഗ്രഹവുമാണ്. ദിവ്യകാരുണ്യത്തെ ഏറെ സ്നേഹിച്ച കാർലോ പരിശുദ്ധ കുർബാനയെ സ്വർഗത്തിലേക്കുള്ള എൻ്റെ ഹൈവേ എന്നാണ് വിശേഷിപ്പിച്ചത്. ഈശോയുടെ മാറിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അന്ത്യ അത്താഴവേളയിൽ കിടന്ന ആ ഒരു അനുഭവം പരിശുദ്ധ കുർബാനയിലൂടെ തനിക്ക് ലഭിക്കുന്നുവെന്ന് കൊച്ചു കാർലോ തൻ്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു. താൻ അനുഭവിച്ചറിഞ്ഞ ഈശോയുടെ ആ സാന്നിധ്യം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാനായി ലോകം മുഴുവനിലുമുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു വെർച്വൽ ലൈബ്രറി ആ കൊച്ചു ബാലൻ നിർമ്മിച്ചു. കാർലോ വെബ്സൈറ്റിലൂടെ 5 ഭൂഖണ്ഡങ്ങളിൽ ഭക്തി ഉണർന്നു. ഞങ്ങൾ സഭയിൽ നിന്നും വളരെ അകന്നിരുന്നുവെന്നും വെബ്സൈറ്റ് തങ്ങളെ ദൈവത്തിലേക്കും സഭയിലേക്കും കൂടുതൽ അടുപ്പിച്ചുവെന്നും അവർ സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഇന്റർനെറ്റും മറ്റ് സോഷ്യൽ നെറ്റ്വർക്കുകളും ഇന്ന് നാം ഉപയോഗിക്കുമ്പോൾ സുവിശേഷ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തു സുവിശേഷത്തിൻ്റെ മഹനീയ മാതൃകകളും വാഹകരുമാകാൻ നമുക്ക് സാധിക്കണം. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നതിനും ദൈവം നമുക്കായി നൽകിയ നമ്മുടെ കഴിവുകൾ, അവസരങ്ങൾ, സാഹചര്യങ്ങൾ അവ ദൈവരാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കുവാനും നാം പരിശ്രമിക്കണം. പരിശുദ്ധ കുർബാനയിൽ നിത്യസാന്നിധ്യമായ ഈശോയെ നവമാധ്യമങ്ങളിലൂടെയുള്ള സുവിശേഷ പ്രഘോഷണത്തിലൂടെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ഈ ക്രിസ്മസ് കാലത്തെ ഇനിയുള്ള നമ്മുടെ പുലരികൾ ഈശോയുടെ സ്നേഹത്തിലേക്ക് മറ്റുള്ളവരെ ചേർത്ത് വയ്ക്കുന്ന ചവിട്ടുപടികൾ ആക്കിക്കൊണ്ട് ഉണ്ണിയേശുവിനെ സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ. വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റീസ് 1991 മെയ് 3 ലണ്ടനിൽ കാർലോ അക്വിറ്റീസ് ജനിച്ചു. ആന്ദ്രേ അക്വിറ്റീസ് അന്റോണിയോ ദമ്പതികളുടെ ഏക മകനായിരുന്നു കാർലോ. കാർലോ ജനിച്ച് കുറച്ചുനാൾ കഴിഞ്ഞ് കുടുംബം ഇറ്റലിയിലെ മിലാനിലേക്ക് താമസം മാറി. 1998 കാർലോയുടെ 7-ാം വയസ്സിൽ
വിശുദ്ധ അംബ്രോസിന്റെ ദേവാലയത്തിൽ വെച്ച് ദിവ്യകാരുണ്യ ഈശോയെ ആദ്യമായി സ്വീകരിച്ചു. ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ച ശേഷം കാർലോ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: സ്വർഗത്തിലേക്കുള്ള എൻ്റെ ഹൈവേയാണ് ദിവ്യകാരുണ്യം. കാർലോ ജീവിതത്തിൽ ആദ്യ കുർബാന സ്വീകരിച്ചതിനു ശേഷം വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യവും മുടക്കിയിരുന്നില്ല. അനുദിന വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ സ്വീകരണവും തനിക്ക് ആത്മീയ ശക്തി നൽകുന്നു എന്ന് കാർലോ മറ്റുള്ളവരോട് പങ്കുവച്ചിട്ടുണ്ട്. കാർലോ തൻ്റെ കൂട്ടുകാരോട് പറയുമായിരുന്നു: ഓരോ ദിവ്യകാരുണ്യ സ്വീകരണവും എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ചവിട്ടുപടികളാണ്. ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ സ്വർഗത്തിലേക്ക് അടുക്കുന്നതിനോടൊപ്പം തിരുസഭയെയും ലോകം മുഴുവനെയും രക്ഷിച്ച കർത്താവിൻ്റെ കൈകളായി നമ്മൾ മാറുന്നു. അതിനാൽ എൻ്റെ ദൗത്യം ലോകത്തെയും തിരുസഭയെയും സംരക്ഷിക്കുകയും താങ്ങി നിർത്തുകയും ചെയ്യുക എന്നതാണ്. അതിനാൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ ക്രിസ്തുവിൻ്റെ ഈ പ്രത്യേക വിളിയിൽ നമ്മൾ പങ്കുചേരുന്നു. കാർലോ ചെറുപ്പത്തിൽ തന്നെ ആഴമേറിയ മരിയഭക്തി പ്രചരിപ്പിച്ചിരുന്നു. പരിശുദ്ധ അമ്മ സ്വന്തം അമ്മയെപ്പോലെ ആയിരുന്നു കാർലോയ്ക്ക്. ജപമാല ചൊല്ലുവാൻ പഠിപ്പിച്ച അന്നു മുതൽ എല്ലാ ദിവസവും അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ജപമാല ചൊല്ലുമായിരുന്നു. ദേവാലയത്തിലെ സെക്രാരിക്ക് മുൻപിൽ കാർലോ ഏറെ നേരം ചിലവഴിക്കുമായിരുന്നു. പഠിക്കുന്ന കാലത്ത് തൻ്റെ സഹപാഠികളെ സഹായിക്കുവാൻ കാർലോ തൽപരനായിരുന്നു. വർദ്ധിച്ചുകൊണ്ടിരുന്ന വിവാഹമോചനങ്ങളെക്കുറിച്ച് കാർലോ ഉത്കണ്ഠാകുലനായിരുന്നു. സുഹൃത്തുക്കളുടെ മാതാപിതാക്കൾ വിവാഹമോചനം നേടുമ്പോൾ അവർക്ക് ആശ്വാസം കൊടുക്കുവാനും കാർലോ സമയം കണ്ടെത്തി. കാർലോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശുദ്ധൻ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കാർലോ അസീസി ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുമായിരുന്നു. പഠനത്തിൽ അവൻ മിടുക്കനായിരുന്നു. കാർലോ ഒരു നല്ല കമ്പ്യൂട്ടർ പരിജ്ഞാനി കൂടിയായിരുന്നു. കാർലോയെ ശരിക്കും ഒരു അത്ഭുതബാലനാക്കിയത് അവന്റെ ഈ കമ്പ്യൂട്ടർ പരിജ്ഞാനമായിരുന്നു. മറ്റുള്ള എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി കാർലോ സ്വന്തമായി രൂപപ്പെടുത്തിയ വെബ്സൈറ്റിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തി. ലോകമെമ്പാടും പല സ്ഥലങ്ങളിലുമായി സഭ അംഗീകരിച്ച 136 ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് വളരെ മനോഹരമായി കാർലോ ഈ പേജിൽ കുറിച്ചിട്ടിരിക്കുന്നത്. കാർലോ തന്റെ വെബ്സൈറ്റിൽ ഇങ്ങനെ കുറിച്ചു: ദിവ്യകാരുണ്യം സ്വീകരിക്കും തോറും നമ്മൾ കൂടുതലായി ക്രിസ്തുവിനെ പോലെയാകുന്നു. അങ്ങനെ ഭൂമിയിൽ നമുക്ക് സ്വർഗീയ അനുഭൂതി ലഭിക്കുന്നു. തന്റെ 15-ാം വയസ്സിൽ കാർലോയ്ക്ക് ലുക്കീമിയ എന്ന രോഗം ബാധിച്ചു. മരണക്കിടക്കയിലായിരിക്കുമ്പോഴും തന്റെ സഹനങ്ങളെല്ലാം ദൈവത്തിനും തിരുസഭയ്ക്കും പരിശുദ്ധ പിതാവിനും വേണ്ടി അവൻ ദൈവത്തിന് കാഴ്ചവെച്ചു. 2006 ഒക്ടോബർ 12-ന് ഈ കൊച്ചു വിശുദ്ധനെ ഈശോ തന്റെ സ്വന്തമാക്കുവാൻ വേണ്ടി നിത്യസമ്മാനത്തിനായി വിളിച്ചു. തിരുസഭ കാർലോയിൽ കുടികൊണ്ടിരുന്ന പരിശുദ്ധാത്മ ചൈതന്യത്തെ പെട്ടെന്ന് തിരിച്ചറിയുകയും അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ബ്രസീലിൽ നിന്നുള്ള ഒരു ബാലന്റെ മാരക രോഗം കാർലോയുടെ മധ്യസ്ഥത്തിൽ സുഖപ്പെടുകയും തുടർന്ന് സഭ 21-ാം നൂറ്റാണ്ടിന്റെ വിശുദ്ധനെ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പ്രഖ്യാപിച്ചു. ബ്രസീലിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അവിടെ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് യുവജനങ്ങളോടായി ഇങ്ങനെ പറഞ്ഞു: നമുക്ക് ലോഹയും ശിരോവസ്ത്രവും ധരിക്കാത്ത, ജീൻസ് ധരിക്കുന്ന, സിനിമ കാണുന്ന, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന,
ചാരിത്രശുദ്ധിയുമായി പ്രണയത്തിലായിരിക്കുന്ന, കൂട്ടുകൂടുന്ന, ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്ന, നൃത്തം ചെയ്യുന്ന, 21-ാം നൂറ്റാണ്ടിന്റെ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തുന്ന വിശുദ്ധരെ ആവശ്യമുണ്ട്. അതെ, കാർലോ ജീൻസ് ധരിച്ച, കൂളിംഗ് ഗ്ലാസ് ധരിച്ചിരുന്ന 21-ാം നൂറ്റാണ്ടിന്റെ വിശുദ്ധനാണ്. നമുക്കും ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധരാവാൻ പരിശ്രമിച്ചാലോ? അതെ, നാം എല്ലാം വിശുദ്ധരാവാൻ വിളിക്കപ്പെട്ടവരാണ്. കാർലോയ്ക്ക് അത് സാധിച്ചുവെങ്കിൽ നമുക്കും അത് സാധിക്കും.